മലയാള സിനിമാ ചരിത്രത്തിലെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും തിളക്കമുള്ള രണ്ടു പേരുകൾ മമ്മൂട്ടി, മോഹൻലാൽ. കഥാപാത്രങ്ങളിലേക്ക് പരകായപ്രവേശം നടത്തി വെള്ളിത്തിരയിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന രണ്ടുപേർ. നടന്മാരായി, നായകരായി, അതിലുപരി സൂപ്പർ താരങ്ങളായി അരങ്ങുവാഴുന്നവർ. കഥാപാത്രങ്ങളിലൂടെ മോഹൻലാലും മമ്മൂട്ടിയും നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്, കരയിച്ചിട്ടുണ്ട്, അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, ആവേശഭരിതരാക്കിയിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ആഴത്തിൽ ഇരുവരും നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെള്ളിത്തിരയുടെ പുറത്ത് ലാലുവും ഇച്ചാക്കയും തുടരുന്ന സൗഹൃദത്തിലാണത്. സ്ക്രീനിലെ ഏതൊരു സീനിനേക്കാളും ആർദ്രമായ സൗഹൃദത്തിന്റെ ആഴം മമ്മൂക്കയും ലാലേട്ടനും പലതവണ കാണിച്ചു തന്നിട്ടുണ്ട്. വിശാഖ നക്ഷത്രക്കാരനായ മമ്മൂട്ടിക്കായി മോഹൻലാൽ ശബരിമലയിൽ നടത്തിയ വഴിപാട് അതിന്റെ ഏറ്റവും ഒടുവിലെ ഒരു ഉദാഹരണം മാത്രം. താരപ്രഭാവത്തിന്റെ ഭാരത്തെ എങ്ങനെയാണ് മോഹൻലാലും മമ്മൂട്ടിയും സൗഹൃദത്തിന്റെ ഇടങ്ങളിൽ മറികടക്കുന്നത് എന്നത് കൗതുകത്തോടെ, ഇഷ്ടത്തോടെ, കൊതിയോടെ നോക്കിയിരിക്കുന്നവരാകും മലയാളി സിനിമാ പ്രേമികളിൽ ഭൂരിഭാഗവും. പലപ്പോഴും മമ്മൂക്ക ലാലേട്ടൻ മുറവിളിയുമായി നടക്കുന്ന ഫാൻ ഫൈറ്റുകൾ എന്തൊരു പാഴ്വേലയാണെന്ന് നമ്മളെ കൊണ്ടിവർ ചിന്തിപ്പിച്ചിട്ടില്ലേ? ഏകദേശം സമാന കാലഘട്ടങ്ങളിൽ സിനിമയിലേക്ക് ചുവടുവെച്ചവർ. സൂപ്പർ സ്റ്റാർ പദവിയും അവാർഡുകളുടെ തിളക്കങ്ങളും തേടിയെത്തിയതും ഏകദേശം ഒരേ കാലത്ത്. പല ഇൻഡസ്ട്രികളിലും സൂപ്പർ സ്റ്റാറുകൾ പരസ്പരം സിനിമകളിലും പുറത്തും മാത്സര്യം പുലർത്തിയപ്പോൾ ഇവിടെ രണ്ടുപേർ സുഹൃത്തുക്കളായി തന്നെ തുടർന്നു. സിനിമയിലെ ആദ്യ നാളുകളിൽ സഹതാരങ്ങളായും സുഹൃത്തുക്കളായും നായകനും വില്ലനുമായും തുടങ്ങി അച്ഛനും മകനുമായി വരെ അഭിനയിച്ചവരാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഒന്നിച്ചെത്തിയത് 55ഓളം സിനിമകളിൽ. മറ്റൊരു ഇൻഡസ്ട്രിക്കും ആലോചിക്കാൻ പോലും ആകാത്ത റെക്കോർഡ്. നമ്പർ 20 മദ്രാസ് ഫീലിൽ മമ്മൂട്ടിയായി തന്നെ മോഹൻലാലിന്റെ ടോണി കുരിശിങ്കലിനൊപ്പം എത്തി. ആ സിനിമയിലെ ഏവരുടെയും ഫേവറിറ്റ് സീനുകൾ മമ്മൂട്ടിയെ കാണാനായി ഓടിയെത്തുന്ന ആരാധകനായ ടോണി ആയിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞ് കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിൽ മോഹൻലാലിന്റെ കടുത്ത ആരാധകനായി മമ്മൂട്ടിയുടെ മാത്തുക്കുട്ടി വന്നു. മോഹൻലാലിന്റെ നരസിംഹത്തിൽ ഇന്ദുചൂടൻ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടപ്പോൾ കോടതിയിൽ രക്ഷിക്കാനായി എത്തുന്നത് മമ്മൂട്ടിയുടെ നന്ദഗോപാൽ മാരാറായിരുന്നു. സിനിമയിലെ ഈ ക്യാമിയോ റോളുകൾ ഇനിയുമേറെ നീളും. ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്നു എന്നതാണല്ലോ. സിൽവർ സ്ക്രീനിലായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്നു എന്നറിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമാണ്. കാണാനായി കാത്തിരിക്കാൻ ഒരു ആവേശമാണ്. മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ച് നിർമ്മാണ കമ്പനി പോലും ഉണ്ടായിരുന്നു. നല്ല സിനിമകൾക്കായി ഒന്നിച്ചു നിൽക്കണമെന്ന ബോധ്യം അന്നേ ഇവർ വെച്ചു പുലർത്തിയിരുന്നു. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഇരുവരും ഒന്നിച്ച നിർമ്മാണ സംരംഭങ്ങളിൽ ഒന്നാണ്. കരിയറിലെ വലിയ പ്രൊജക്ടുകളിൽ ഇവർ പരസ്പരം നൽകുന്ന സഹകരണം മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് തന്നെ എത്രമാത്രം നിർണായകമാണെന്ന് വരും കാലങ്ങളിൽ ഓർമ്മിക്കപ്പെടും. പഠനവിധേയം പോലും ആയേക്കാം. ഈ അടുത്ത വർഷങ്ങളിൽ മാത്രം നോക്കിയാൽ പഴശ്ശിരാജയിൽ മോഹൻലാലിന്റെ നരേഷൻ ഉണ്ടായിരുന്നു. മരക്കാറിലും ബറോസിലും മമ്മൂട്ടിയുടെ ശബ്ദവും എത്തി. മാത്രമല്ല, ബറോസിന്റെയും എമ്പുരാന്റെയും ഇവന്റുകളിൽ ആ സിനിമയ്ക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ടെത്തിയ മമ്മൂട്ടിയെ മറക്കാൻ കഴിയുമോ? കോവിഡാനന്തര കാലത്തെ മമ്മൂട്ടി സിനിമകളെ പറ്റി ഏറെ ബഹുമാനത്തോടെ, അതിലേറെ ഇഷ്ടത്തോടെ സംസാരിച്ചവരിൽ ഒരാൾ മോഹൻലാലായിരുന്നു. എത്രയോ തവണ ആ പറഞ്ഞ വാക്കുകൾ റിപ്പീറ്റ് അടിച്ച് നമ്മൾ കണ്ടു കാണും. മോഹൻലാലിന്റെ ബർത്ത്ഡേക്ക് മമ്മൂട്ടിയുടെയും മമ്മൂട്ടിയുടെ ബർത്ത്ഡേക്ക് മോഹൻലാലിന്റെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കായി കാത്തിരിക്കുന്നവരാണ് മലയാളികൾ. കൃത്യം 12 മണിക്ക് ജന്മദിനത്തിലെ ആദ്യ ആശംസയായി രണ്ടുപേരുടെയും പോസ്റ്റുകൾ മിക്കപ്പോഴും എത്താറുണ്ട്. ചിലപ്പോഴെല്ലാം വീഡിയോ രൂപത്തിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വാക്കുകളോടെ ആശംസകൾ നേരുന്നതും കാണാം. സുഹൃത്തുക്കൾക്കായി നമ്മളും നിങ്ങളും ഒക്കെ ചെയ്യുന്നതേ മോഹൻലാലും മമ്മൂട്ടിയും ചെയ്യുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. വിശാഖം നക്ഷത്രക്കാരനായ മുഹമ്മദ് കുട്ടിക്കായി വഴിപാട് നടത്തുന്ന മോഹൻലാലുമാരെയും ലാലുവിനായി ദുആയിരക്കുന്ന മമ്മൂട്ടിമാരെയും നമ്മൾ നിത്യജീവിതത്തിൽ എത്രയോ തവണ കണ്ടിരിക്കാം. പക്ഷേ നടുക്കുന്ന വാർത്തകൾ ചുറ്റിലും നടക്കുമ്പോൾ ഉള്ളം തൊടുന്ന, കാറ്റും വെളിച്ചവും പകരുന്ന ചില കാഴ്ചകളെക്കുറിച്ചുകൂടി പറയേണ്ടതുണ്ടല്ലോ. ലാലുവിന്റെ ഇച്ചാക്കയും ഇച്ചാക്കയുടെ ലാലുവുമായി നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും അങ്ങനെ തുടരട്ടെ.